ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് ഈ കാലത്ത് പറയുമ്പോൾ താങ്കളിലെ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന ഒരു കാലമാവില്ലേ, വേദനിക്കുന്ന കാലമാവില്ലേ, ദുഃഖിക്കുന്ന കാലമാവില്ലേ? ആ നിലയിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യത്തെ ജനങ്ങളോട് വിശദീകരിക്കുന്നത്, സ്വയം ആലോചിക്കുന്നത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യങ്ങളിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതനിരപേക്ഷത തന്നെയാണ്, സെക്യുലറിസമാണ്, ഭരണഘടനയാണ്. ഇതൊക്കെ ഇന്ത്യൻ ജനത വളർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ്. ഇതെല്ലാം ഭീഷണിയിലാണ്. അത് ഓരോ ഇന്ത്യക്കാരനെയും വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഞങ്ങൾ വളർത്തിയെടുത്ത ഈ മഹാസംസ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് ഈ സംസ്കാരങ്ങളെ പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയുടെ ചുമതല എന്നല്ല ഞാൻ പറയുക, കടമ. ഈ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ നിന്ന് ഇത്തവണ ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോകേണ്ടത് ഇടതുപക്ഷ എം പിമാരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക് പോകേണ്ടത് ഇടതുപക്ഷ എം പിമാരാണ് കുറേ കൂടി ശക്തമായി എന്ന് പറയുമ്പോൾ നിലവിലെ UDF എം പിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു താരതമ്യം അവിടെ ഉയരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വോട്ടർമാരുടെ ഇടയിൽ വിഷയമായിട്ടുണ്ട്. അതാണ് വിഷയമാവേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യ ലക്ഷ്യം പറഞ്ഞതാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നഷ്ടപ്പെടുന്നത് സെക്യുലറിസമാണ്, ഫെഡറലിസമാണ്, ഭരണഘടനയുടെ ആശയങ്ങളൊക്കെയാണ്. ഇത് ശബ്ദമുയർത്താൻ ഭരണഘടന നിലനിർത്തണമെന്നും സെക്യുലറിസം നിലനിൽക്കണമെന്നും ഫെഡറലിസം നിലനിൽക്കണമെന്നും ശബ്ദമുയർത്താൻ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളൂ നമ്മുടെ രാജ്യത്ത്. അതേ ഇടതുപക്ഷം മാത്രമാണ്. ഇതോടൊപ്പം മറ്റൊന്നുകൂടുണ്ട്. കേരളം എന്നതിൻ്റെ ഒരു പൊതു ആവശ്യത്തെ ഏറ്റവും അധികം ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കാലമാണ്. ഓരോന്നിനും നമ്മൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു, ഓരോന്നിനും നമുക്ക് രാഷ്ട്രീയ സമരം ദേശീയ തലത്തിൽ ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ ഈ മന്ത്രിസഭയിലെ പഴയ സഹപ്രവർത്തകരുടെ ഈ മത്സരരംഗത്തെ പെർഫോമൻസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ തിരക്കിനിടയിൽ? തീർച്ചയായിട്ടും അവരൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും? വിളിച്ചിരുന്നു. എല്ലാവരും പിന്നെ നല്ല പ്രവർത്തനത്തിലാണ്, നല്ല ആവേശത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിയമസഭയിൽ ഞങ്ങളെല്ലാവരും കൂടി ഉയർത്തിയിരുന്ന നേരത്തെ പറഞ്ഞ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമുണ്ട്. അത് നിരവധി മടങ്ങ് ശബ്ദമായിട്ട് ലോക്സഭയിൽ ഉയർത്താൻ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കാനുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. 2019 എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ UDF വിജയത്തിൻ്റെയും വലിയ തോൽവിയുടെ ആഘാതം അന്ന് LDFന് നേരിടേണ്ടിയും വന്നു. അത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പ്. അതേതെങ്കിലും തരത്തിൽ ഒരു ഉള്ളിൽ എവിടെങ്കിലും അലട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ അനുകൂലം. കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. കഴിഞ്ഞോളത്തെ ഈ 2019 പ്രശ്നത്തിന് ശേഷം UDF എങ്ങനെയാണ്, കോൺഗ്രസ് എങ്ങനെയാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിന്നിരുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ നിരവധി മടങ്ങ് ശക്തിയിൽ നിന്നത് ഇടതുപക്ഷം മാത്രമാണ് എന്നും തിരിച്ചറിവുണ്ടായി. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം അനുഭവത്തിലൂടെ, സൈദ്ധാന്തികമായി മാത്രമല്ല, അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വേണ്ടി മതനിരപേക്ഷത നിലനിർത്താൻ എല്ലാ വിശ്വാസങ്ങളുടെയും മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ചിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷം ലോക്സഭയിൽ പോകണം, എന്നാലേ മതനിരപേക്ഷ ശബ്ദം ഉയരൂ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. മാഷിൻ്റെ ഒരു പ്രത്യേകത, മാഷ് രാഷ്ട്രീയ പ്രസംഗം നടത്തിയാലും ഒരു സർക്കാർ നയം വിശദീകരിച്ചാലും വോട്ട് ചോദിച്ചാലും എല്ലാം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ശൈലി കാണാം അല്ലേ? നമ്മളെല്ലാം അങ്ങനെ കേട്ട് നിൽക്കും. ഇപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ള മറ്റൊരാളാണ് പത്തനംതിട്ട മത്സരിക്കുന്ന തോമസ് ഐസക്. രണ്ട് അധ്യാപകരും കഴിഞ്ഞ ദിവസം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി അദ്ദേഹം അവിടെ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അതൊരു ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഇരിക്കും പോലെ അവർ കേട്ടിരിക്കുന്നു പറയുന്നു. വോട്ടർമാരോട് ആ നിലയിൽ സംസാരിക്കുമ്പോൾ ഒരു അധ്യാപകനായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേക സുഖം കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും എന്നും അധ്യാപകനാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മാഷാണ്. അതുകൊണ്ടാണ് അത് ക്ലാസ്സായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസ്സായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തി. കാരണം ക്ലാസ് ആവുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ കൃത്യമായ പ്രതിഫലനം വരും. ആ പ്രതിഫലനം നമ്മളെ സ്വാധീനിക്കും. അത് നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം ഉണ്ടാകും. തീർച്ചയായിട്ടും ആ അധ്യാപകൻ എന്നുള്ള സങ്കല്പം നിലനിർത്താൻ തന്നെയാണ് എന്നും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ഞാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പല കാര്യങ്ങളും വിശദീകരിച്ചു. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് എടുത്തു. നമ്മുടെ കൊടകര പഞ്ചായത്ത് ചാലക്കുടിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കും. അതാണ് ഞങ്ങൾക്കിപ്പോൾ കൊടകര പഞ്ചായത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഓഫർ അല്ലേ? റെക്കോർഡ് ഭൂരിപക്ഷം. മുൻപ് നമ്പാടൻ മാഷ്ട പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം കാര്യമില്ല, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നമ്പാടൻ മാഷ്ക്ക് 1 ലക്ഷത്തിൽ മേലെ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പൊതുവിൽ ആ 1 ലക്ഷത്തിലേക്ക് മാഷ് എത്തും. നമ്പാടൻ മാഷ് മറികടക്കും. അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കൊടകരയായിരിക്കും. എത്രയാണ് ഇവിടെ വെച്ച് ഇപ്പം പറയുന്നത്?
ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് രവീന്ദ്രൻ മാഷാണ്. കാരണം ഇന്നത്തെ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനും കേരളത്തെ ദ്രോഹിക്കുന്ന ഈ സമീപനങ്ങൾക്കെതിരായി പോരാട്ടം സംഘടിപ്പിക്കുക, മാഷിനെ പോലെ ആളുകൾ പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് ഇന്നത്തെ അങ്ങനെ ഒരു ചർച്ച മണ്ഡലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടോ ആളുകളുടെ ഇടയിൽ? മാഷ് നന്മയുടെ ഒരു വൻമരം തന്നെയാണ്. ഈ കൊടകര മുൻപ് നിയോജകമണ്ഡലമായിരിക്കുന്ന സമയത്ത് 4 പ്രാവശ്യം UDFൻ്റെ നിയോജകമണ്ഡലം കുത്തക മണ്ഡലമായിരുന്നു. അവിടെ നിന്നാണ് മാഷ് ഈ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുന്നത്. ആദ്യ തവണ തന്നെ മാഷ് വരുമ്പോൾ 17,000 വോട്ടിനാണ് മാഷ് വിജയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ MK സാനു മാഷ് പറഞ്ഞ പോലെ ഈ നിയോജകമണ്ഡലം പിടിച്ചെടുക്കാനുള്ള നിയോഗമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. മാഷ് അത് തീർച്ചയായിട്ടും പിടിച്ചെടുക്കും. എങ്ങനെയുണ്ട് സാധാരണക്കാരുടെ മനസ്സിൽ മാഷ് എന്ന സ്ഥാനാർത്ഥി? മാഷ് എന്ന് പറഞ്ഞാൽ ഒരു പൊന്നാണ് ഞങ്ങളുടെ. ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് മിണ്ടാതെ നിൽക്കുകയായിരുന്നല്ലേ? മാഷ് എന്തുകൊണ്ടാ പൊന്നാണെന്ന് പറയുന്നത്? മാഷ് അത്ര നല്ല പ്രവൃത്തി ചെയ്യണം, അതുകൊണ്ട് ഞങ്ങളുടെ പൊന്നെന്ന് പറയാം മാഷെ. അപ്പൊ ചാലക്കുടി ഇങ്ങ് പോരും എന്നാണോ? തീർച്ചയായിട്ടും ചാലക്കുടി അങ്ങ് എടുക്കുകയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കും. റൈറ്റ്. ഈ മാഷേ, മുകുന്ദപുരം, അത് കഴിഞ്ഞ് ചാലക്കുടി വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് വളരെ സവിശേഷമായ തെരഞ്ഞെടുപ്പുകളിൽ വന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്. നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ നേരത്തെ താങ്കൾ നിയമസഭാംഗം എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രത്യേകതയാർന്ന പരിപാടികളുണ്ട് മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ. ലോക്സഭാ മണ്ഡലത്തിൽ ചാലക്കുടിയുടേതായ സവിശേഷതയിൽ നിന്ന് വോട്ടർമാരോട് പറയും. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് താങ്കൾ എങ്ങനെ ഇടപെടും എന്നാണ് അവരോട് പറയുന്നത്? ഈ കൊടകര പഞ്ചായത്ത് അടങ്ങുന്ന പഴയ കൊടകര മണ്ഡലവും പുതുക്കാട് മണ്ഡലവും സുസ്ഥിര വികസന പദ്ധതി എന്നൊരു പദ്ധതിയാണ് പൊതുവിൽ നടപ്പിലാക്കിയിരുന്നത്. ഒരു വലിയ വിജയമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടും മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നവകേരളം എന്ന കേരളത്തിൻ്റെ വികസിത ഒരു സങ്കല്പം അത് ഉൾക്കൊണ്ടുകൊണ്ടും അതിനോട് ചേർന്ന് നിന്നുകൊണ്ടൊരു നവചാലക്കുടി എന്ന വൈജ്ഞാനിക സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ഡലമാണ്. കാരണം കാലടി സർവകലാശാലയും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു വൈജ്ഞാനിക സമൂഹ സൃഷ്ടി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ, മറ്റേ കൃഷി, വ്യവസായം, ഇതിനൊക്കെ അനന്ത സാധ്യതകളുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തൊരു നവചാലക്കുടി, നവകേരള സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന, അതാണ് ജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന രംഗത്തെ ഓഫർ. കീർത്തി, മാഷ് സംസാരിച്ചതിൽ ഒരു അവ്യക്തതയില്ലല്ലോ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിൻ്റെ പുറത്ത് ഞാൻ ഒരു വാചകം പോലും ചേർക്കുന്നില്ല. വളരെ തെളിമയോടെ രാഷ്ട്രീയമാകട്ടെ, നമ്മുടെ സാമൂഹ്യ ജീവിതമാകട്ടെ, ഒരു നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ചാകട്ടെ, എങ്ങനെ ഒരു നവകേരളത്തോടൊപ്പം ചേർത്ത് നിർത്തി പാർലമെൻറ്റിലെത്തിക്കണം, രാജ്യത്തിൻ്റെ മുൻപിലെത്തിക്കണം എന്നതിനെക്കുറിച്ചാണ് മാഷ് നമ്മളോടൊക്കെ സംസാരിച്ചത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു. മാഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ചാലക്കുടിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. ഇതെല്ലാമാണ് ഇവിടെ നിന്ന് ചാലക്കുടിയുടെ ഒരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷം, ജനങ്ങളുടെ ഒരു പൊതുവികാരം ഏറെക്കുറെ പങ്കുവെക്കാനായി രാവിലെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ളത്. കീർത്തി.